ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുധാസ് വേൾഡ്. ഇന്ന് ഞാൻ ഒരു കർണാടക സ്പെഷ്യൽ റാഗി മുദ്ദ ഇതാണ് ഇന്ന് കാണിക്കാൻ പോണത്. ഈ റാഗി മുദ്ദ കർണാടക ബാംഗ്ലൂർക്കാരുടെ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഒരു മെയിൻ ഡിഷാണ്. നമ്മളെമാതിരി റൈസ് കഴിക്കുന്നത് അവരുടെ മുദ്ദയാണ് കഴിക്കുക. അപ്പോൾ അതെനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് മങ്കമ്മ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ദിവസവും. അവർ കുക്ക് ചെയ്യുന്നതാണ്. അവർ എല്ലാ വീടുകളിലും, എൻ്റെ പരിസരത്തുള്ള എല്ലാ വീടുകളിലും പോയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവർക്ക് ഈ റാഗി മുദ്ദ എങ്ങനെ ഉണ്ടാക്കണം നന്നായി അറിയാം. റാഗി മുദ്ദ മാത്രമല്ല, അവർ പല പല ഡിഷും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവരുടെ ഹെൽപ്പോടുകൂടി, അവരെനിക്കത് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരെ കൂട്ടിയിരിക്കുകയാണ്. മങ്കമ്മയ്ക്ക് മലയാളം അത്ര നന്നായി മനസ്സിലാവില്ല, അവർ തമിഴൊക്കെ കുറച്ച് സംസാരിക്കും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കണമെന്ന് കാണിക്കാം. ഓക്കെ, അതാണിപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് അതിലൊഴിച്ചിരിക്കുന്നത്. അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് പൊടിയെടുക്കും. 2 ഗ്ലാസ്സില്ല, 1.5 ഗ്ലാസ് പൊടി, 1.5 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം. ഇപ്പം അതിൽ 1 ടേബിൾ സ്പൂൺ, ഈ 1.5 ഗ്ലാസ് പൊടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ആ വെള്ളത്തിലിട്ടു, 2 ഗ്ലാസ് വെള്ളത്തിലിട്ടു. ഇനി അതിനെ അലിയിച്ചിട്ട് നല്ലോണം കട്ടയൊക്കെ മാറിയിട്ട് ഇത് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്തതാണ്. ആദ്യം പാത്രം വെച്ച് വെള്ളവും വെച്ച് ഓൺ ചെയ്യുക, എന്നിട്ട് അതൊന്ന് 1 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ട് ഇടുക. ഇനി ഇതിനെ ഇളക്കി അതിൻ്റെ ഇതൊക്കെ കളയണം, കട്ടയൊക്കെ കളയണം. കട്ട കളഞ്ഞ ശേഷമാണ് നമ്മളിതിനെ ശരിക്കും തിളപ്പിക്കണത്. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം, കട്ട കെട്ടാൻ പാടില്ല. അതാണ് അതിൻ്റെ മെയിൻ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് 2 ഗ്ലാസ് വെള്ളം എടുത്തു, അതേ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലത്തെ ആ 1.5 ഗ്ലാസ്സിലത്തെ 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതാണ് കണക്ക്. ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതൊന്ന് ഇളക്കി നമ്മളതിന് തിള വന്ന് വരുമ്പോൾ ഒരു കൊഴുപ്പ് വരും. ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ള ഈ 1.5 ഗ്ലാസ്സിലത്തെ പൊടി അതിലേക്ക് ചേർക്കും. അപ്പോൾ അത് തിള വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തിളച്ച് വരുമ്പോൾ അത് എങ്ങനെ ഇടണമെന്ന് ബാക്കി പൊടി 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ഇട്ടു. ബാക്കി തിളയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഇടുകയാണ്. എന്നിട്ട് ഇത് ഇനി ഇതിനെ ഇളക്കില്ല, അത് വേവണം. അത് വെന്ത് തനിയെ ഒന്ന് ഇതിൻ്റെ ചൂട് തട്ടിയിട്ട് ഇതിങ്ങനെ 15 മിനിറ്റ് ഇരിക്കണം. ഇത് ഇളക്കില്ല. അപ്പോൾ അത് 10-15 മിനിറ്റിന് ശേഷം ഇത് ഇളക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇത് കറി വെക്കാൻ വേണ്ടി എന്തൊക്കെ എടുക്കണമെന്ന് ഒന്ന് കാണിക്കാം. ഈ കറി ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് ബസർ എന്ന് പറയുക. അതിന് വേണ്ടിയിട്ട് ആ കറിയുടെ ഗ്രേവിയുടെ കാര്യം പറയുകയാണ്. ഞാൻ ഒരു 3 മുളക് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക് 1 ടീസ്പൂൺ, ജീരകം 1.5 ടീസ്പൂൺ കേട്ടോ. പിന്നെ വെളുത്തുള്ളി നമ്മളൊരു 10-15 എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളി വെച്ചിട്ട് ഇതെല്ലാം കൂടി അരയ്ക്കുന്നതിന് മുമ്പിൽ ഇതിൽ പച്ച തേങ്ങ കൂടി ചേർക്കും. തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ. ഇപ്പോൾ ഈ കാണിച്ച സാധനങ്ങളൊക്കെ ഇനി ഒന്ന് എണ്ണയിൽ വറുക്കണം. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചീനച്ചട്ടിയിലിട്ടിട്ട് വറുക്കുകയാണ്. മുളക്, ജീരകം, കുരുമുളക്, ഉള്ളി, വെളുത്തുള്ളി, 2 കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റുകയാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി. ഞാനിത് മുമ്പ് ഒരിക്കൽ കഴിച്ചു ഒരാളുടെ വീട്ടിൽ പോയിട്ട്. ഇനിയിപ്പോൾ ഇത് കണ്ടു, ഇത് തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, ഇത് ഇളകിയിട്ടില്ല. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴറ്റി വന്നിട്ട് നന്നായി എണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റണം. ഇപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വഴണ്ട് വന്നു. ഇനി ഈ സമയത്ത് നമുക്ക് ആ തക്കാളി മുറിച്ചിട്ട് ചേർക്കുക അതിലേക്ക്. എന്നിട്ട് ആ തക്കാളി കൂടി ഒന്ന് നന്നായി വഴറ്റുക. എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റുക.
എന്നിട്ട് ഇനി ഇത് ആറിയിട്ട് വേണം നമുക്ക് അരയ്ക്കാൻ. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് അതിനെ ഒരു പ്ലേറ്റിലേക്ക് ആക്കി. എന്നിട്ട് അതിലേക്ക് തേങ്ങ ആഡ് ചെയ്തു. തേങ്ങ ഒരു 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. തേങ്ങ വളരെ കുറച്ച് മതി. ഇപ്പോൾ അതിൻ്റെ റാഗി നന്നായി വെന്തിട്ടുണ്ട്. ആ മുകളിൽ കൊട്ടിയ ഭാഗം അങ്ങനെയുണ്ട്. ഇനി ഈ കറിക്ക് വേണ്ടി എന്തൊക്കെ എടുക്കുന്നറിയോ? ഒരു 1/2 കപ്പ് ചെറുപയർ, 1/2 കപ്പ് തോരപ്പരിപ്പ്. അതിൻ്റെ കൂടെ ഈ ചീരയാണ് ആഡ് ചെയ്യണം. തണ്ട് ചീര നമ്മൾ പറയില്ലേ നാട്ടിലൊക്കെ മുളയ്ക്കുന്ന ചീര ഉണ്ടല്ലോ, തണ്ട് ചീര, വേഗം നല്ല തണ്ടോട് കൂടിയുള്ളത്. ഈ ചീരയാണ് ഈ കറിയിലേക്ക് ഈ പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിനകത്ത് ആ 1/2 കപ്പ് ചെറുപയറും 1/2 കപ്പ് തോരപ്പരിപ്പും കഴുകിയിട്ട് കുക്കറിലിട്ടു. സാമാന്യം കുറച്ച് നല്ലോണം വെള്ളം ഒഴിക്കുക. ഈ വെള്ളം കൊണ്ടാണ് അവർ ആ ഗ്രേവി ഉണ്ടാക്കുന്നത്, കറിയുടെ ഗ്രേവി. എന്നിട്ട് ഇനി ആ ചീരയും നല്ലോണം ആഡ് ചെയ്യാം കേട്ടോ. എത്രയോ വേണ്ട വെച്ചാൽ ചീര നല്ലോണം ആഡ് ചെയ്യാം. അതും കൂടി നമുക്ക് അതിനകത്ത് ഇടാം. എന്നിട്ട് എന്താ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ചീരയും പരിപ്പൊക്കെ ഒരു മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഗ്രേവി വെച്ചിട്ടാണ് ഈ ഗ്രേവി, റാഗി മുദ്ദയ്ക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടു. ഇതും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുക്കർ വെയിറ്റ് ഇടാൻ പോകണം. ഇത് കറക്റ്റായിട്ട് ഒരു 2 വിസിൽ മാക്സിമം വന്നാൽ മതി. ആ കുക്കറിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഇപ്പോൾ അത് വെന്ത ശേഷം അവരതിനെ ആ പരിപ്പും ചീരയും എല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ഗ്രേവി മാത്രം എടുത്തു. കുറച്ചുകൂടി അതിൽ വെള്ളം ഒഴിച്ചതാണെങ്കിൽ കുറച്ചും കൂടി ഗ്രേവി കിട്ടും. പക്ഷേ ഞാനിപ്പോൾ വെച്ചത് വെള്ളം കൂടി പോകണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലോണം വെടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തുവെങ്കിലും ഈ ഗ്രേവിയിൽ മസാല ചേർത്തിട്ടാണ് കറി, അല്ലാണ്ട് ഈ ചീര അതിലിടില്ല അവർ. ഇത് വേറെ മെഴുക്ക് പുരട്ടി തോരന്മാരെ ആക്കും അതിൻ്റെ കൂടെ കഴിക്കാൻ. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് കറിയാണ്. നമ്മളിങ്ങനെ ചെയ്യണത് കണ്ടിട്ടില്ല. പക്ഷേ ഇതാണത്ര ഈ കറി ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇപ്പോൾ അവർ ആ പരിപ്പും എല്ലാം കൂടി മാറ്റി വെച്ചു. ഇപ്പോൾ ഇതിനെ എന്താ ചെയ്യാൻ പോകണറിയോ? ഈ പരിപ്പിൻ്റെ വെള്ളം എടുത്തിട്ട് അവർ ആ മസാല അരച്ച ശേഷം അതിലേക്ക് മിക്സ് ചെയ്യാം. ഇതിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച ശേഷം അവരിങ്ങനെ നന്നായിട്ട് ഈ എൻ്റെ റാഗി മുദ്ദ റെഡിയായി. ഞാനത് അവരെ ഇളക്കിയെടുത്തപ്പോൾ വീഡിയോ പോയി പെട്ടെന്ന് ഇളക്കിയെടുത്തു അടുപ്പിന്ന്. ആ മുകളിൽ കിടക്കുന്നതിന് ഇപ്പോൾ 15 മിനിറ്റ്സ് കറക്റ്റായി. ഈ റാഗി മുദ്ദയ്ക്ക് എന്താ ഒരു കാര്യം വെച്ചാൽ നമ്മളത് നന്നായിട്ട് കുക്ക് ചെയ്യണം. ഈ 15 മിനിറ്റ്സ് അത് നന്നായി വേവണം. വെന്തില്ലെങ്കിൽ നമുക്ക് ഇൻഡൈജഷൻ പ്രോബ്ലം അവർക്ക് അറിയുള്ളൂ. അത് നന്നായി ഇങ്ങനെ അതാണ് കാര്യം. ഇനിയിപ്പോൾ അതിനെ ഒരു മസ്റ്റ് ടെക്നിക്ക് ഉണ്ടോ, ഇങ്ങനെ ഒരു വടി. ഇത് എൻ്റെ ഒരു തവിയുടെ ബാക്ക് സൈഡിൽ അവർക്ക് ഇതിന് വേണ്ടി ഒരു റോഡ് ഇതിന്. ഇത് നല്ല ഘനമുള്ള റോഡായിരിക്കണം. അവരത് തപ്പിയെടുത്താണ് എൻ്റെ കയ്യിൽ നിന്ന്. ഈ റോഡ് വെച്ചിട്ട് നന്നായി ഇളക്കും. ഇനി എന്താ ചെയ്യാൻ പോകണറിയോ? അവരതിനെ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാൻ പോകണം. ആയിക്കോളൂ. ഇതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കിയ ശേഷം സ്പൂൺ വെച്ചിട്ട് അതിന് മാഷ് ചെയ്യണം. നല്ല ചൂടുണ്ടല്ലോ. അവരതിനെങ്ങനെ നല്ലോണം മാഷ് ചെയ്യും. അത് ഉണ്ടാക്കുന്നത് കാണുക തന്നെ വേണം. അത് അവരുണ്ടാക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ അതിനെ കൊട്ടും. ഈ പൊടി വെച്ചിട്ട് 2 ഉണ്ട ശരിയാക്കും. ഇതുണ്ടോ, അവർ കൈ കൊണ്ട് അതിനിങ്ങനെ ഉരുട്ടി കയ്യിൽ ലേശം വെള്ളം തൊട്ടിട്ട് അതിനെ ഉരുട്ടി ഇതാണ് ഈ റാഗി മുദ്ദ. ഇതിനെ അവരിനി എന്ത് ചെയ്യും? ഒരു പാത്രത്തിലിട്ട് വെക്കും. ഇത് രണ്ടാമത്തെയാണ്. ഇത് രണ്ടാമത്തെ ഉണ്ടയാണ്. ഇതിനെ അവരിങ്ങനെ ഉരുട്ടിയിട്ട് വേറെ ഒരു പാത്രത്തിലാക്കും. വേറെ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ ആ 2 ഉണ്ട കൈപ്പിടിക്ക് കറക്റ്റ് കണ്ടോ. നമ്മൾ 2 ഉണ്ട ഒരെണ്ണാണ് അവർ കഴിക്കുക. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ളൊരു പ്രത്യേക കാര്യം കൂടുതലായിട്ടൊന്നും വേണ്ട. ഇത് ഉണ്ടാക്കുമ്പോൾ അവർ ഉപ്പ് ചേർക്കാം. കണ്ടോ, ഇപ്പം ഇങ്ങനെ 2 ഉണ്ട ഞാൻ ഇതിന് ബോക്സിലിട്ട് വെച്ചു. ഉച്ചക്കലത്തെ ഇനി ഇത് കഴിക്കണം. അവരിങ്ങനെയാണ് ചെയ്യുക. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കർണാടകയുടെ ബാക്കി ഉപ്പിട്ട് ഇനി അരയ്ക്കാം. അവർ പറയണത് ഈ കറിയിലുള്ള ഉപ്പ് കൂട്ടിയിട്ടാണ് അവർ കഴിക്കുക. നോക്കോളൂ, നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. പക്ഷേ ഞാൻ അവരുടെ ഇഷ്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അരച്ചിട്ടില്ല. ഇപ്പം എൻ്റെ മസാല അരച്ച് കുറച്ച് ആ വെള്ളം ആ വേവിച്ച മസാല അരച്ചിട്ട് വെള്ളം കമ്മിയായതുകൊണ്ട് ഇനി എന്താ ചെയ്യാൻ മാറിയോ? അത് മുഴുവൻ ആ ഗ്രേവിയിലേക്ക് ഇടാൻ പോകും. കണ്ടോളൂ, നമ്മൾ പരിപ്പിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഗ്രേവിയിലേക്ക് വെള്ളം വെച്ചിട്ട് മാത്രമാണ് ഈ കറി ഉണ്ടാക്കുക. കണ്ടോളൂ,
കുറച്ചുകൂടി കഴുകിയിട്ട് അതിനെ ഒന്ന് ഇപ്പോൾ എന്നിട്ട് ആ മിക്സിയും കൂടി ഒന്നും കൂടി നന്നായി കഴുകി അതിലേക്ക് ലേശം വേവിച്ച സാധനം എല്ലാം കൂടി ഇനി ഇതിനെ പാത്രത്തിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതിനെയാണ് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതുണ്ടോ അതിൻ്റെ ചെറുപയറും കൂടെ വേവിച്ചത് എന്താ പറയുക ആ വെള്ളത്തിലാണ് പയറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അരച്ചെടുത്തിരിക്കണം. ഇനി ഇതിനെ നല്ലൊരു പാനിൽ ഒഴിച്ചിട്ട് ഇതാണ് പാത്രത്തിൽ നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് വരെ കഴിച്ചിട്ട് തിളപ്പിക്കും. അതിന് മുമ്പ് ആ പാത്രത്തിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. ഈ കടുക് പൊട്ടി വരുമ്പോൾ ഉണ്ടാക്കി വെച്ച മസാല അതിന് കറിവേപ്പില ഇടണം. 2 കറിവേപ്പില കൂടി ഇടാം. കറിവേപ്പില ഇട്ടു. ഇനി ആ ഉണ്ടാക്കിയ ഗ്രേവി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ അതിലേക്ക് ഒഴിക്കുക. ഇനി ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി. പക്ഷേ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഗ്രേവി കഴിച്ചു നോക്കി, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ കാരണം വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ടേസ്റ്റ് നോക്കുമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി. അതിലേക്ക് പുളി ചേർത്തിട്ടുണ്ട്, തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് മസാലയല്ല, ഈ പരിപ്പ് നമ്മൾ വേറെ ഉണ്ടാക്കണം. ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് വന്നാൽ ഇത് ഓഫ് ചെയ്യുക. പിന്നെ ഈ കറിയുടെ പണി കഴിഞ്ഞു. ഇതുണ്ടോ, ഇപ്പോൾ നല്ല തിള വന്നു. ഇനി ഇതൊന്നും ചെയ്യാനില്ല, ഇത് ഇനി റെഡിയായി. ഇനി അടുത്തത് ആ പാൻ വേറൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഉള്ളി, കറിവേപ്പില, കടുക്, മുളക് താളിക്കാൻ കേട്ടോ. കുറച്ച് ലൈറ്റ് ഒരുപാട് കൂടിപ്പോയതുകൊണ്ട് ശരിക്കും കാണുന്നില്ല. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഗ്രേവിയുടെ പരിപ്പും ചെറുപയറും ചീരയും അത് അതിലേക്ക് ഇടുകയാണ്. ഇത് പക്ഷേ അവർ ലാർജ് സ്കെയിലിൽ വീട്ടിൽ അവർ നിറയെ ആളുണ്ടെങ്കിൽ കുറേ കൂടുതൽ ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് നല്ല ഗ്രേവി ഉണ്ടാവും. ഞാനിപ്പോൾ 2-3 ആൾക്ക് മാത്രമാണ് ഉണ്ടാക്കണം. ഇപ്പോൾ അതും റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഈ റാഗി മുദ്ദ ഒരു കഷ്ണം എടുക്കുക, എന്നിട്ട് ആ കറിയിൽ ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുക ഈ മുദ്ദയിൽ ലേശം ഉപ്പിട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷെ അവർക്ക് അത് ശീലമായി. നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന മാതിരിയാണ് ഇവർക്ക്. എൻ്റെ മങ്ങമ്മ പറയുന്നത് ഡെയിലി അവർ ഇതാണ് കഴിക്കുക. പക്ഷേ അവർക്കില്ലേ, അവരുടെ ആരോഗ്യം ഇതുകൊണ്ട് മാത്രമാണ് ഞാനിതറിയുന്നത്. ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ്. ഈ റാഗിയാണല്ലോ ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ അവരൊക്കെ പൊടിപ്പിച്ച് വെക്കും കുറേ. അവരൊന്നില്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട്, ഉച്ചയ്ക്ക് ലഞ്ചായിട്ട്, രാത്രി ഇത് കഴിക്കില്ല അവർ എന്നാണ് പറയണത്. എന്താ കാര്യം വെച്ചാൽ ഇതിന് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. രാവിലെ ഒരു 11 മണിക്കൊക്കെ അവർ ബ്രഞ്ചായിട്ടൊക്കെ കഴിക്കും ചിലപ്പോൾ. പക്ഷേ എല്ലാവരും അവരുടെ വീട്ടിൽ ഇത് കഴിക്കും. നമുക്ക് ചോറുണ്ടുന്ന മാതിരിയാണ് അവർക്കത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ കുറച്ച് ഉപ്പ് വേണം. നമുക്ക് ഉപ്പില്ലാണ്ട് കഴിക്കുമ്പോൾ, പക്ഷെ കറിയിൽ മുക്കി കഴിക്കുമ്പോൾ അറിയുന്നില്ല. സാധാരണ അവർ പറയുന്നത് മട്ടൺ കറി, ചിക്കൻ കറി ഇതൊക്കെ ഇതിന് വളരെ നന്നായിരിക്കുന്നതാണ്. പക്ഷേ ശരിക്കത്തെ മെയിൻ ഫുഡ് റാഗി മുദ്ദ വിത്ത് ബസർ. ഈ കറിയുടെ പേരാണ് ബസർ. ഇതിങ്ങനെ തന്നെയാണ് തയ്യാറാക്കുക. അവരുടെ ശരിക്കും ഒറിജിനൽ റെസിപ്പിയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ മങ്കമ്മയ്ക്ക് വലിയൊരു താങ്ക്സ് പറയാണ്. മങ്കമ്മ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.